ഒരു പെൺകുട്ടി തന്റെ സുഹൃത്തിനെ ദേഷ്യം കാരണം കൊന്നുകളയുന്നു. ആ കൊലപാതകത്തിന് കാരണമോ വളരെ വിചിത്രവും. വിവരം അറിഞ്ഞ അവളുടെ അച്ഛനും അമ്മയും ആ കൊലപാതകം മറച്ചു വെക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരിക്കും. അവർ അവരെ കൊണ്ട് ആകുന്ന പല കളികളും തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി കളിക്കുന്നു. ആ പെൺകുട്ടിയെ അവർക്ക് ജയിലിൽ പോകാതെ രക്ഷിക്കാൻ പറ്റുമോ? പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ കേല എന്ന പെൺകുട്ടിയെയും അവളുടെ അമ്മയായ റെബേക്ക എന്ന ബെക്കയെയും ബെക്കയുടെ ലവറിനെയുമാണ് കാണിക്കുന്നത്. ബെക്ക അവളുടെ ഹസ്ബൻഡായ ജെ ആയിട്ട് മുമ്പേ ഡിവോഴ്സ്ഡ് ആണ്. ജെ ഒരു മ്യൂസിക് ബാൻഡ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊരു മെമ്പറായ ട്രെനി എന്ന പെൺകുട്ടിയുമായി അവൻ റിലേഷനിലാവുകയും അത് കയ്യോടെ ബെക്ക പിടിക്കുകയും ചെയ്തു. അതങ്ങനെ ഡിവോഴ്സിലേക്ക് കലാശിച്ചു. ഇപ്പോൾ ബെക്ക അവളുടെ ലവറുമായിട്ട് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിൽ മാത്രമാണ്. കേലയ്ക്ക് ബാലെ ഡാൻസിന്റെ 3 ദിവസത്തെ ക്യാമ്പുണ്ട്. അതിനുവേണ്ടി ഗ്രഷം സിറ്റിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ബെക്ക ഒരു കോപ്പറേറ്റീവ് ലോയർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് കേലയുടെ കൂടെ ക്യാമ്പിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ എക്സ് ഹസ്ബൻഡായ ജയയുടെ അടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇവർ പോകുന്നത്. കേലയ്ക്ക് ഈ ശ്വാസം മുട്ടലിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിന്റെ ഇൻഹേലർ ഞാൻ നിന്റെ ബാഗിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കൊണ്ടുപോയി കളഞ്ഞതുപോലെ ഇതും കൊണ്ടുപോയി കളയരുതെന്ന് ബെക്ക അവളോട് പറയുകയാണ്. കേലക്കാണെങ്കിൽ ഈ ക്യാമ്പിന് പോകാൻ ഒട്ടും താല്പര്യമില്ല. പകരം ബെക്കാണ് പോയേ പറ്റുള്ളൂ എന്ന നിർബന്ധം. അങ്ങനെ ജയയുടെ അടുത്ത് അവർ എത്തുന്നു. ജയയുടെ കൂടെ അവന്റെ കാമുകിയായ ട്രിനിയുമുണ്ട്. ഈ ട്രിനിയെ കേലക്ക് ഇഷ്ടമല്ല. ട്രിനി ഒറ്റൊരുത്തി കാരണമാണ് അച്ഛന്റെയും അമ്മയുടെയും കൂടെയുള്ളൊരു നല്ല ജീവിതം ഇല്ലാതായത്. കേലക്ക് ഇപ്പോഴും അവളുടെ അച്ഛനും അമ്മയും ഒന്ന് പഴയതുപോലെ ആയെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ കേലയെ ജയെ ഏൽപ്പിച്ചിട്ട് ബെക്ക അവിടുന്ന് പോവുകയാണ്. ജയ് കേലയും കൂട്ടിയിട്ട് ക്യാമ്പിലേക്ക് തിരിക്കുന്നു. ഇവർക്ക് ക്യാമ്പിലേക്ക് പോകേണ്ട വഴി ആളനക്കമൊന്നുമില്ലാത്ത മഞ്ഞു മൂടിയ പ്രദേശത്തു കൂടിയാണ്. ആരെങ്കിലും ഒന്ന് കൊന്നിട്ടാൽ പോലും അറിയില്ല. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും കേലയുടെ ക്ലാസ്സിലെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ബ്രിട്നിയെ അവൾ വഴിയിൽ വെച്ച് കാണുന്നേ. ബ്രിട്നിയെ കണ്ടതോടെ കേല ജയോട് അച്ചാച്ച വണ്ടി നിർത്തുന്നു പറയുന്നു. അങ്ങനെ ജയ് വണ്ടി നിർത്തുന്നു. കേല ബ്രിട്നിയോട് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ ബ്രിട്നിയും കേല പോകുന്ന അതേ ഡാൻസ് ക്യാമ്പിന് പോകാൻ വേണ്ടി അവളുടെ അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അവളെ അവിടെ കൊണ്ട് ചെന്നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്ര നേരമായിട്ടും അച്ഛൻ വന്നിട്ടില്ല. സോ അവൾ അവിടെ ഒറ്റക്കായതുകൊണ്ട് കേല അവളോട് നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുന്നു. അങ്ങനെ ബ്രിട്നി അവരുടെ കൂടെ വരികയാണ്. ഈ ബ്രിട്നിക്ക് ജയോട് ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട്. അത് ജയ്ക്കും മനസ്സിലാകുന്നുണ്ട്. ജയോട് സംസാരിക്കാൻ ഒരു കാരണം എന്നുള്ള രീതിയിൽ വണ്ടിയിൽ പാട്ട് വെച്ചതുകൊണ്ട് അവൾ ഈ പാട്ട് ആരുടേതാണെന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങളുടെ ബാൻഡിന്റെ പുതിയ സോങ് ആണെന്ന് ജയും. അന്നേരം കേല നോക്കുമ്പോൾ ബ്രിട്നിയുടെ മുഖത്ത് ആരോ അടിച്ചതിന്റെ ഒക്കെ പാട് കാണുകയാണ്. നിന്റെ മുഖത്ത് ഇതെന്താ പറ്റിയതെന്ന് കേല ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാതെ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് ബ്രിട്നി പറയുന്നു. ഇവിടെയൊന്നും ബാത്റൂം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇനി ടൗണിൽ എത്തണമെന്ന് ജയും. പക്ഷെ എനിക്ക് എന്തായാലും ഇപ്പൊ തന്നെ ബാത്റൂമിൽ പോകണം, അർജന്റ് ആണെന്ന് ബ്രിട്നിയും പറയുന്നു. അങ്ങനെ അവൻ ഒരു കാടിന്റെ അടുത്തായിട്ട് വണ്ടി നിർത്തുകയാണ്. ബ്രിട്നിയുടെ കൂടെ കേലയും പോവുകയാണ്. കുറെ നേരമായിട്ടും രണ്ടുപേരെയും കാണാത്തത് കൊണ്ട് അവരെയും അന്വേഷിച്ചുകൊണ്ട് ജയ് പോകുകയാണ്. കേലയുടെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അവൾ കോൾ എടുക്കുന്നില്ല. പെട്ടെന്ന് കേലയുടെ അലർച്ച ഇവൻ കേൾക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്ത് പോയി നോക്കിയ ജയ് കാണുന്നത് ഒരു പാലത്തിന്റെ മുകളിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്ന കേലയാണ്. കേലയുടെ മട്ടും ഭാവവും കണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജയ് ഓടിപ്പോയിട്ട് അവളോട് കേല നീ എന്താ ഇവിടെ നിൽക്കുന്നേ, നിന്റെ ഫ്രണ്ട് എവിടെ എന്ന് ചോദിക്കുന്നു. അച്ഛ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ പുഴയിലേക്ക് വീണു എന്ന് ഇവൾ വിറച്ചുകൊണ്ട് പറയുകയാണ്. ആ പുഴയാണെങ്കിൽ ആർത്തൊലിച്ച് ഒഴുകുകയാണ്. സംഭവം കേട്ട് ജയ് ഒന്ന് ഷോക്കാകുന്നു. അവൻ നേരെ ഓടി താഴെ പോയി ബ്രിട്നി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ അവൾ എവിടെയും കാണില്ല. അപ്പോഴേക്കും ഇവന്റെ ഫോൺ കയ്യിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ അവൻ വീണ്ടും അവളെ അന്വേഷിക്കുന്നു. അപ്പോൾ അവൻ അവിടെ അടുത്തായിട്ട് ബ്രിട്നിയുടെ പേഴ്സും അതിനകത്തുള്ള അവളുടെ ഫോണും കാണുകയാണ്. സമയം കളയാതെ അവൻ വേഗം കാറിന്റെ അടുത്ത് പോയിട്ട് കേലയുടെ ഫോൺ എടുത്തിട്ട് അവളോട് വേഗം എമർജൻസി സർവീസിൽ വിളിക്കണം, നിന്റെ ഫോണിന്റെ പാസ്വേഡ് താ എന്ന് പറയുന്നു. അപ്പോഴായിരിക്കും പൊന്നുമോൾ ഒരു കാര്യം പറയുന്നേ. അതായത് ഇവൾ ബ്രിട്നിയെ തള്ളിയിട്ടതാണെന്നുള്ള കാര്യം. ഒന്നാമത് ഇവൻ ബ്രിട്നിയെ കാണാതായതിന്റെ ഞെട്ടലിലാണ്. അതിന്റെ കൂടെ ഇവളും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവന്റെ ഉള്ള ധൈര്യം ചോർന്നു പോവുകയാണ്. അന്നേരം ഒരു വണ്ടി അതിലൂടെ വരികയാണ്. അന്നേരം ഇവർ രണ്ടുപേരും അതിലെ ഡ്രൈവർ ഇവരെ കാണുമോ എന്ന് പേടിച്ചിട്ട് അവരുടെ വണ്ടിയുടെ അടുത്തായിട്ട് ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ആ വണ്ടി പോയി കഴിഞ്ഞതിന് ശേഷം ഡാൻസ് ക്യാമ്പിന് പോകാതെ കേലയും കൂട്ടിയിട്ട് ജയ് നേരെ ബെക്കയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. ജയെ കണ്ടപ്പോൾ ബെക്ക കരുതിയത് ഒന്നാമത് കേലക്ക് ആ ക്യാമ്പിന് പോകാൻ താല്പര്യമില്ലല്ലോ. അപ്പൊ കേല ജയെ എന്തോ പറഞ്ഞ് പാട്ടിലാക്കിയിട്ട് ഇങ്ങനെ തിരികെ വന്നെന്നാണ്. ജയ് അവളോട് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും
ബെക്ക അതൊന്നും മൈൻഡ് ചെയ്യാതെ, ജെ, ഞാൻ നിന്റെ അടുത്ത് അവളെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ തന്നെ മര്യാദക്ക് അവളെ അവിടെ വിട്ടാൽ മതിയായിരുന്നു. നീ ഒറ്റ ഒരാളാണ് അവൾ ഇങ്ങനെ വഷളാക്കിയത്. അവൾ എന്ത് ചെയ്താലും പറഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്ത് അവളെ നീ അങ്ങ് സ്പോയിൽഡ് ആക്കി വെച്ചിരിക്കുകയാ. ജയ്ക്കാണെങ്കിൽ സത്യാവസ്ഥ പറയാനും പറ്റുന്നില്ല. പറയാൻ ഒരു അവസരം ഇവൾ കൊടുക്കണ്ടേ. അങ്ങനെ അവർ രണ്ടുപേരും കേലയുടെ അടുത്ത് പോകുന്നു. അപ്പോൾ അവളുണ്ടാകും പുറത്തിരുന്ന് ഊഞ്ഞാലാടുന്നു. അത് കണ്ട് ജയ് അവളോട്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ നിന്നോട് കാറിന്റെ അകത്ത് ഇരിക്കാനല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ, എനിക്കെന്തോ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ വല്ലാത്ത ശ്വാസമുട്ടല് പോലെ തോന്നുന്നു എന്ന് കേല പറയുന്നു. അപ്പൊ ബെക്ക കരുതുന്നത് ഇവൾക്ക് ഒറിജിനൽ ശ്വാസമുട്ടലാണെന്നാ. ബ്രിട്നിയുടെ കാര്യം ആലോചിച്ചിട്ടാണെന്നുള്ള കാര്യമൊന്നും ബെക്കറിയില്ല. നിന്റെ ബാഗിൽ ഞാൻ ഇൻഹേലർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എവിടെ? എനിക്കറിയില്ല, അത് കാണുന്നില്ല എന്ന് പറഞ്ഞ് കേല അവിടെ മൊത്തം ഛർദ്ദിക്കുന്നു. കേലക്ക് ഒട്ടും വയ്യ എന്ന് മനസ്സിലാക്കിയ ബെക്ക അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോഴും നടന്ന കാര്യങ്ങളൊന്നും ബെക്ക അറിഞ്ഞിട്ടില്ല. വീട്ടിലെത്തിയ കേല ജയോട് ബ്രിട്നിയെ ഉദ്ദേശിക്കൊണ്ട്, അച്ഛനെ അവള് സുന്ദരിയായിട്ട് തോന്നിയോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇവൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ഇവർ രണ്ടുപേർക്കും മനസ്സിലാകില്ല. ജയ് ബെക്കയോട്, നിനക്ക് വർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നീ പൊക്കോ, ഞാൻ മോളെ നോക്കിക്കോളാം എന്ന് പറയുന്നു. അത് സാരമില്ല, ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തോളാം. ജയയുടെയും കേലയുടെയും പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അപാകത നടക്കുന്നുണ്ടെന്ന് ബെക്കയ്ക്ക് തോന്നുന്നുണ്ട്. ശേഷം ബെക്ക കേലയോട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നാളെ ഞാൻ തന്നെ നിന്നെ ക്യാമ്പിന് കൊണ്ടുപോകും. അച്ഛനെ പാട്ടിലാക്കിയ പോലെ എന്നെ പാട്ടിലാക്കാൻ നോക്കേണ്ട എന്ന് പറയുന്നു. അന്നേരം അവിടെ കേലയുടെ കീറിയ ഡ്രസ്സ് ബെക്ക കാണുകയാണ്. അത് കണ്ട് ബെക്ക അവളോട്, നീ എന്തീ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഇത് ഞാൻ നിനക്ക് ഈ അടുത്തായിട്ട് വാങ്ങി തന്നതല്ലേ, നിനക്ക് ഇത്രയും ബോധമില്ലേ? നീ എന്താ കൊച്ചു കുഞ്ഞാണോ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുകയാണ്. അപ്പോഴായിരിക്കും ബെക്ക കേലയുടെ മുഖം ശ്രദ്ധിക്കുന്നേ. അവൾ ആകെ പേടിച്ചൊരു പരുവമായിട്ടാണുള്ളത് നേരത്തെ സംഭവത്തെ ആലോചിച്ച്. അത് കണ്ട ബെക്കയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. സത്യം പറ, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. അങ്ങനെ കേല സത്യങ്ങളെല്ലാം പറയുകയാണ്. ബെക്കയുടെ ഞെട്ടിത്തെരിച്ചുള്ള നടത്തം കണ്ട് കേല ഇവളോടെല്ലാം പറഞ്ഞെന്ന് ജയ്ക്ക് മനസ്സിലാകുന്നു. ജയ് അവളോട്, നമുക്കൊരു ലോയറിന് ആവശ്യമുണ്ടെന്ന് പറയുന്നു. നീ എന്തുകൊണ്ടാ ബ്രിട്നി അന്വേഷിക്കാതെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതെന്ന് ബെക്ക പറയുകയാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? പോലീസിനെ വിളിക്കണമായിരുന്നോ? അങ്ങനെ എങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ വഷളാകത്തേ ഉള്ളൂ. ഇതിപ്പോ ബ്രിട്നി അവൾ മനഃപൂർവ്വം തള്ളിയിട്ടതാണെന്നേ കോടതി കരുതുകയുള്ളൂ. ബ്രിട്നി ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ബെക്ക അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ, ആ തണുപ്പത്ത് അവൾക്കൊരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതിനോടകം അവൾ മരിച്ചിട്ടുണ്ടാകും. നമുക്കിപ്പോ വലുത് നമ്മളുടെ മകളാണ്. അതുകൊണ്ട് എങ്ങനെയും നമുക്ക് അവളെ ഇതിൽ നിന്ന് രക്ഷിക്കണം. ഞങ്ങളെ അവിടെ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൻ ബെക്കയെ ഒരുവിധം ആശ്വസിപ്പിക്കുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ തണുത്തുറഞ്ഞ് ജീവൻ അറ്റുപോയ ബ്രിട്നിയുടെ ബോഡിയാണ് നമ്മൾ കാണുന്നത്. അപ്പോഴേക്കും ബെക്കയുടെ ഉറക്കം ഞെട്ടുന്നു. ഇത്ര നേരം അവൾ കണ്ടത് സ്വപ്നമായിരുന്നു. ഇവളുടെ മനസ്സ് മുഴുവനും ഇപ്പൊ കൊല്ലപ്പെട്ട ബ്രിട്നിയും ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ്. എന്നാൽ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ആ ചെയ്തയാൾക്ക് ഇതിന്റെ ഒരു കൂലക്കവും ഉണ്ടാകില്ല. കേല ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ്. അത് ബെക്കയും ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം ബെക്ക ജയോട്, ആര് നിങ്ങളെ അവിടെ വെച്ച് കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വണ്ടി ആ സമയത്ത് അതിലൂടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ പേടിക്കണ്ട, അയാൾ ഞങ്ങളെ കണ്ടിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ സുഖമില്ലാത്തത് കൊണ്ടാണ് കേല ഡാൻസ് ക്യാമ്പിന് പോകാത്തതെന്ന് പറഞ്ഞാൽ മതിയെന്ന് ജയ് പറയുന്നു. ബട്ട് എന്തോ കാരണം കൊണ്ടാണ് അവൾ ബ്രിട്നിയെ തള്ളിയിട്ടതെന്ന് ബെക്കക്ക് ഉറപ്പുണ്ട്. അപ്പോഴായിരിക്കും ബെക്കക്ക് നേരത്തെ കേല ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ജയോട്, അച്ഛനെ അവൾ സുന്ദരിയായിട്ട് തോന്നിയെന്ന്. അത് ബ്രിട്നിയെ ഉദ്ദേശിച്ചിട്ടാണെന്ന് മനസ്സിലാകുന്നേ. അങ്ങനെ അവൾ ജയോട്, സത്യം പറ, നിങ്ങളുടെ പേരിലാണോ അവർ വഴക്കിട്ടത്? അതിന്റെ പേരിലായിരിക്കും അവൾ ബ്രിട്നിയെ തള്ളിയിട്ടത്. ബെക്ക, എനിക്കെങ്ങനെ അറിയാനാ? നീ എന്തിനാ അവളെ എപ്പോഴും എന്ത് കാര്യത്തിനും പഴിചാരാൻ നോക്കുന്നേ? അവൾ മനഃപൂർവ്വം തള്ളിയിട്ടതായിരിക്കില്ല എന്ന് ഇവനും. അതേസമയം ബെക്കയും ജയും ഓരോന്നും പറഞ്ഞ് വഴക്കിടുന്നത് കേല കേൾക്കുകയാണ്. കേലക്ക് ഇവരുടെ ഡിവോഴ്സ് തന്നെ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അതിന്റെ കൂടെ ഇപ്പൊ ഇവർ വഴക്കും കൂടി ഇടുന്നത് കണ്ട് ഇവർക്ക് നല്ല ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ അവൾ അവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ ബെക്കയും ജയും അവളെ തടയാൻ നോക്കുകയാണ്. അപ്പോഴായിരിക്കും അവൾ ഒരു കാര്യം പറയുന്നേ, അതായത് അവൾ ബ്രിട്നിയെ മനഃപൂർവ്വം തള്ളിയിട്ടതാണെന്നുള്ള കാര്യം. അതും ജയയുടെ പേരിൽ. ബ്രിട്നി ജയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന രീതിയിലാണ് അവളിപ്പോ സംസാരിക്കുന്നേ. ജയ്ക്കൊന്നും പറയാനും ഉണ്ടാകില്ല. ശേഷം അവൻ അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് കട്ടായിട്ട് ഡോർബെല്ലിന്റെ സൗണ്ട് കേട്ട് തുറന്നു നോക്കുന്ന ബെക്ക കാണുന്നത് ബ്രിട്നിയുടെ അച്ഛനായ സാമിനെയാണ്. സാം ബ്രിട്നിയും കേലയും ക്യാമ്പിന് എത്താത്ത കാര്യം അറിഞ്ഞു. ബ്രിട്നി ഇതുവരെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി കേലയോട് ചോദിക്കാൻ വന്നതാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാമ്പിന് പോകുന്നതിന്റെ തലേ ദിവസം ബ്രിട്നിയും ഈ സാമും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ദേഷ്യത്തിന് ബ്രിട്നി വീട് വിട്ടിറങ്ങാൻ പോയപ്പോൾ സാം അവളെ ഒന്ന് പിടിച്ച് വലിച്ചു നിർത്താൻ പോകുന്ന ടൈം അവളൊന്ന് വീണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്.
ചിലപ്പോൾ അവൾ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നതാണെങ്കിലോ എന്ന് എല്ലാ സത്യവും അറിയുന്ന ഇവളും പറയുന്നു. ഏയ്, അങ്ങനെയൊന്നും അവൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ കേലയോട് ബ്രിട്നിയെ പറ്റി ചോദിക്കാനാണ് ഇവിടെ വന്നത്. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് സാം പറയുമ്പോൾ കേല ഇവിടെയില്ല, അവൾക്ക് സുഖമില്ല, അവൾ ജെയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടാണുള്ളതെന്ന് ബെക്ക കള്ളം പറയുന്നു. അങ്ങനെ സാം കേല വന്നാൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്നു. അയാൾ പോയതിനു ശേഷം ഇവൾ വിങ്ങി വിങ്ങി കരയുകയാണ്. ഒരു ഭാഗത്ത് ഇവളുടെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ ഇവളുടെ മകൾ കൊന്നു, മറുഭാഗത്ത് ഇതെല്ലാവരും അറിഞ്ഞാൽ തന്റെ മകളുടെ ഭാവി എന്താകുമെന്നുള്ള ചിന്ത, മറ്റൊരു ഭാഗത്ത് സാമിന്റെ അവസ്ഥയോർത്തുള്ള സഹതാപം, എല്ലാം കൂടി അവളെ കാർന്ന് തിന്നുകയാണ്. അന്നേരം സാം ഇവളെ ഫോണിൽ വിളിക്കുകയാണ്, കേല വീട്ടിൽ വന്നോ എന്നറിയാൻ വേണ്ടി. അല്ല, എന്താ തിരിച്ച് മറുപടി പറയുക എന്നറിയാത്തത് കൊണ്ട് ഇവൾ കോൾ എടുക്കത്തില്ല. വീണ്ടും അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ബെക്ക നേരെ കേലയുടെ അടുത്ത് പോയിട്ട് ആ ഫോണ് കൊടുത്തുകൊണ്ട്, ബ്രിട്നി എവിടെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ക്യാമ്പിന് പോയില്ല എന്ന് ബ്രിട്നിയുടെ അച്ഛനോട് പറ എന്ന് പറയുന്നു. എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പൊന്നുമോൾ കൂളായിട്ട് പറയുന്നു. ഓരോ വള്ളി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവള് കാരണം ഇവളുടെ പേരൻസ് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന ചിന്ത പോലും ഇവക്കില്ല. കുറച്ചു നേരത്തിന് ശേഷം ആരോ കോളിംഗ് ബെല്ലടിക്കുകയാണ്. സാം ആലിക്കും എന്ന് കരുതി ഇവർ രണ്ടുപേരും പേടിക്കുകയാണ്. അന്നേരം ആരോ വീടിന് മുകളിലൂടെ നടന്നു പോകുന്നത് ഇവർ കാണുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നും മനസ്സിലാകുന്നില്ല. ജയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പൊ അത് വേറെ ആരുമായിരിക്കില്ല, ജയ തന്നെയാണ്. ശേഷം ബെക്ക ജയോട് സാം വന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേട്ട് ഇവൻ, നീയല്ലേ പറഞ്ഞത് സാം ബ്രിട്നിയായിട്ട് വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു എന്ന്, അതെന്തിന്റെ പേരിലാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് അവളും. ശേഷം കേലെ ഉദ്ദേശിച്ചുകൊണ്ട് അവളുടെ മട്ടും ഭാവവും കാണുമ്പോൾ പോലീസ് അവളെ പിടിച്ചുകൊണ്ടുപോയാലും അവൾക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണെന്നൊക്കെ ബെക്ക പറയുകയാണ്. ചിലപ്പോൾ അവൾ സംഭവിച്ചതിന്റെ ഷോക്കിലായിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസം അവളെയും കൂട്ടിയിട്ട് വേറെ എവിടെയെങ്കിലും മാറി നിൽക്കാം. അങ്ങനെ ഏകദേശം അവൾ ഓക്കെ കഴിഞ്ഞാൽ ഇനി പോലീസ് എങ്ങാനും അവളോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്തൊക്കെ പറയണമെന്നും എന്തൊക്കെ പറയണ്ട എന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് ജയ പറയുന്നു. ശേഷം ബെക്ക ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് സാം അവിടെ എത്തുന്നു. ഓ പെട്ടു, ഞാൻ നിന്നെ എത്ര വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, നീ എന്താ ഒന്നിനും മറുപടി തരാതിരുന്നത്? കേല എവിടെ, അവൾ വന്നോ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് സാം പറയുന്നു. അവൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണെന്ന് ബെക്ക കള്ളം പറയുന്നു. ഇവളുടെ പരിഭ്രമവും വെപ്രാളം കണ്ട് നീ ഓക്കെ അല്ലേ എന്ന് സാം ചോദിക്കുമ്പോൾ ജയും അവിടെ എത്തുന്നു. അപ്പോൾ കേലയുടെ കൂടെ ജയും ഹോസ്പിറ്റലിലാണെന്നാണല്ലോ ബെക്ക സാമിനോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജയ് എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ള ഡൗട്ടിലായിരിക്കും സാം. കള്ളം പുറത്തു വരാനായി എന്ന് മനസ്സിലാക്കിയ ബെക്ക സാമിനോട്, കേല ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒറ്റക്കാണ്, അവൾക്ക് കുറച്ചും കൂടി ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്, അവൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അത് കേട്ട് സാം തിരിച്ചു പോകാൻ നോക്കുമ്പോഴുണ്ടാകും കേല പുറത്തേക്ക് വരുന്നു. അന്നേരം ഇത്ര നേരം ഇവർ പച്ചക്കള്ളം പറഞ്ഞതാണെന്ന് സാമിന് ബോധ്യമാകുകയാണ്. സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്നേ? നിങ്ങൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സാം കേലയോട്, കേല ബ്രിട്നി എവിടെ എന്ന് ചോദിച്ചിട്ട് ബഹളം വെക്കുകയാണ്. അന്നേരം ജയ് സാമിനെ പിടിച്ച് വെക്കാൻ നോക്കുന്ന സമയത്ത് ദേഷ്യം വന്ന സാം ജയെ അടിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ഞാൻ സ്റ്റേഷനിൽ പോയി ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് സാം അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അവിടുന്ന് കട്ടെ. ശേഷം സാം കേസ് കൊടുത്ത് അന്വേഷണം ആരംഭിച്ചാൽ ഇവർ പെട്ടുപോകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ജയ് ബെക്കയോട് ഇതിൽ നിന്ന് ഊരാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ജയ് ബ്രിട്നി അവസാനമായി കണ്ട സമയത്ത് അവളുടെ മുഖത്ത് ആരോ അടിച്ചതിന്റെ പാടുണ്ടായിരുന്നല്ലോ, അത് കണക്കിലെടുത്ത് അത് സാമാണ് ചെയ്തതെന്നും സാം അവളെ എപ്പോഴും ഉപദ്രവിക്കാറുണ്ടെന്നും അങ്ങനെയാകുമ്പോൾ ബ്രിട്നി ഇപ്പോൾ കാണാതായതിന്റെ പിന്നിലും സാം ആണെന്ന് വരുത്തി തീർക്കാനാകുമെന്നും പറയുന്നു. ബട്ട് ബെക്ക അതിന് സമ്മതിക്കില്ല. ഒരു പാവ മനുഷ്യനെ കുറ്റവാളിയാക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് അവളും. അയാൾ പാവമാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരുടെ സ്വഭാവം എപ്പോ വേണമെങ്കിലും മാറാം. നീ ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതല്ലേ, ഇതിനെക്കുറിച്ച് ഞാൻ നിന്നോട് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കണ്ടതാ ബ്രിട്നിയുടെ മുഖത്തുള്ള പാടെന്ന് ചെയ്യും. അങ്ങനെ ശേഷം കേല അവളുടെ അടുത്ത ഫ്രണ്ടായ കെഞ്ചിയെ കാണാൻ പോവുകയാണ്. കെഞ്ചി ആ നാട്ടിലെ പോലീസ് ഡിറ്റക്റ്റീവാണ്. എന്നിട്ട് കേല ചെയ്ത തെറ്റ് മാത്രം മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ബ്രിട്നിയെ കാണാതായതും സാം വന്നവരുടെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയതും ബ്രിട്നിയെ സാം ദേഹോപദ്രവം ചെയ്യാറുണ്ടെന്ന സംശയമൊക്കെ പറയുന്നു. മറുഭാഗത്ത് കേലയോട് ജയ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിന്റെ ഗൗരവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. മോളെ, നീ ഇത് കരുതുന്ന പോലെ ഒരു ചെറിയ കാര്യമല്ല. നാളെ ചിലപ്പോൾ നിന്റെ ഭാവി തന്നെ ഇത് കാരണം ഇല്ലാതാകാം. അതുകൊണ്ട് അഥവാ നിന്നോട് പോലീസ് എന്തെങ്കിലും ബ്രിട്നിയെ കുറിച്ച് ചോദിച്ചാൽ ഞാനും അമ്മയും എന്താണോ പറഞ്ഞു തരുന്നത് അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കേലയുടെ കയ്യിലൊക്കെ അവൾ സ്വയം മുറിപ്പെടുത്തിയ പാടുകൾ ജയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. എന്നാൽ അവൻ അതിനെ പറ്റിയൊന്നും അവളോട് ചോദിക്കുന്നില്ല. അപ്പോഴാണ് അവൾ ഒരു കാര്യം പറയുന്നേ, ബ്രിട്നിയെ തള്ളി പുഴയിലേക്ക് ഇട്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത ആശ്വാസം കിട്ടിയതുപോലെയുണ്ട്. എന്നെ സ്കൂളിൽ ആർക്കും ഇഷ്ടമല്ല,
എല്ലാവർക്കും അവളെ മാത്രം മതി. ആൺപിള്ളേരൊന്നും എന്നെ നോക്കാറ് പോലുമില്ല. അവളെയാണ് കൂടുതലും ശ്രദ്ധിക്കാറ് എന്നൊക്കെ. അപ്പോൾ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടാണോ ഇവൾ ബ്രിട്നിയെ പുഴയിലേക്ക് തള്ളിയിട്ടതെന്ന സംശയമൊക്കെ ജയ്ക്ക് വരികയാണ്. അവിടുന്ന് കേട്ടായിട്ട് ശേഷം ഇവരുടെ വീട്ടിൽ വരുന്ന കെഞ്ചിയാണ് കാണിക്കുന്നത്. കെഞ്ചി കേലയോട് ബ്രിട്നിയുടെ മുഖത്തുണ്ടായ പാടിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്. ബ്രിട്നി എപ്പോഴെങ്കിലും നിന്നോട് അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് കെഞ്ചി ചോദിക്കുമ്പോൾ, ആ, അവളുടെ അച്ഛൻ അവളെ ദേഷ്യം വന്നാൽ ഉപദ്രവിക്കാറുണ്ടെന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇവളും പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ജെ കേലയോട് ഇവളെ നേരത്തെ ബ്രിട്നിയെ അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് സത്യമായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അത് കള്ളമായിരുന്നു. ബ്രിട്നി അങ്ങനെ ഒരു കാര്യം കേലോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ കള്ളം പറയാൻ പഠിച്ചത് അച്ഛന്റെ അടുത്ത് നിന്നാണെന്ന് മോളും. ശേഷം സാം ഇവിടെ വരാൻ ഇനിയും സാധ്യതയുള്ളത് കൊണ്ട് പേടിയായതുകൊണ്ട് ജയോട് ഇവിടെ നിൽക്കാൻ വേണ്ടി കേല ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ജയ് അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അവിടുന്ന് കേട്ടായിട്ട് ശേഷം ജയ് ബെക്കയോട് കേലയുടെ മുറിവ് ഉദ്ദേശിച്ചുകൊണ്ട് അവൾ എത്രയായി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുന്നു. കുറച്ച് മാസങ്ങളായി തുടങ്ങിയിട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം. എന്നിട്ട് ഞാൻ അവളെ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമുണ്ടായിരുന്നില്ല. ആക്ച്വലി എനിക്ക് മനസ്സിലാകുന്നില്ല അവൾക്ക് എന്താ ഈ പറ്റിയതെന്ന്. ഈയിടെയായിട്ട് അവൾ ആകെ മാറിയതുപോലെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് ബെക്കയും. തെറ്റെന്റേതും കൂടിയാ. ഞാൻ അവളെ മര്യാദയ്ക്ക് വേണ്ടത്ര പോലെ ശ്രദ്ധിച്ചിട്ടില്ല. നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ജെ ബെക്കയോട് പഴയ പോലെ അടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവിടുന്ന് കേട്ടിട്ട് അടുത്ത ഷോട്ടിൽ കെഞ്ചി റോഡ്നി എന്ന് പറഞ്ഞ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസറിനെയും കൂട്ടിയിട്ട് സാമിനെ കാണാൻ പോകുകയാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം മുതലേ സാമിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സാം അവന്റെ വീട്ടിലും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സാം വീട്ടിൽ വരുന്നത് ഇവർ കാണുന്നേ. ഓ, നീ ഇന്നലെ മുതൽ എവിടെയായിരുന്നു എന്ന് അവർ സാമിനോട് ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ മകളെ അന്വേഷിക്കുകയായിരുന്നു, അവളുടെ വിവരം വല്ലതും ഉണ്ടോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ ഇവൻ ഇതുവരെയായിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. സോ കംപ്ലൈന്റ് കിട്ടാതെ ഞങ്ങളെങ്ങനെ അന്വേഷിക്കുകയെന്ന് അവർ അവനോട് തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം പറയുന്നേ, ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഉള്ളവരാരും അത് കാര്യമാക്കി എടുത്തിട്ടില്ല. 48 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല എന്നവർ പറഞ്ഞ കാര്യം ഇവൻ പറയുകയാണ്. ശേഷം കെഞ്ചി, നീ ബ്രിട്നിയെ ഉപദ്രവിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞാൻ അവളെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് സാമും. പക്ഷെ അവന്റെ വാക്ക് ഇവർക്ക് അത്ര ദഹിക്കില്ല. മറുഭാഗത്ത് ജെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ കേല വളരെ ഹാപ്പി ആയിരിക്കും. അവളുടെ നഷ്ടപ്പെട്ട ഫാമിലിയെ തിരിച്ചു കിട്ടിയ പോലെ ഒരു ഫീൽ. തുടർന്ന് ബെക്ക പഴയതുപോലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നു. ജെ ആണെങ്കിലോ കേലയും കൂട്ടിയിട്ട് അവന്റെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. അങ്ങനെ കേലയും ജെയും ഓരോന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ജെയുടെ ഗേൾഫ്രണ്ടായ ട്രെനിയും ബാക്കിയുള്ള ബാൻഡ് മെമ്പേഴ്സ് ഒക്കെ അവിടെ എത്തുന്നു. അല്ല, നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്ന് ജയ് ചോദിക്കുമ്പോഴായിരിക്കും ഇവർക്ക് പുതിയ സോങ്ങിന്റെ പ്രാക്ടീസ് ഉള്ള കാര്യം ട്രെനി പറയുന്നേ. ജയ് തന്നെയാണ് ഇവരോട് പ്രാക്ടീസിന് വേണ്ടി ഇന്ന് വരാൻ പറഞ്ഞത്. ബട്ട് കേലയുടെ ഈ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഈ കാര്യം അങ്ങ് മറന്നു. ട്രെനിയെ കണ്ട കേലക്ക് അത് അത്ര ഇഷ്ടപ്പെടില്ല. തിരിച്ചും അങ്ങനെ തന്നെ. ജയ് വീണ്ടും പഴയതുപോലെ ബെക്കയായിട്ട് അടുത്തു എന്നുള്ള തോട്ട് ട്രെനിക്ക് വരികയാണ്. ശേഷം ട്രെനി ജയോട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് മാറി നിൽക്കുന്നു. കേലക്ക് അതത്ര പിടിക്കില്ല. അവൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ ട്രെനി ഇപ്പൊ ജയ് ബാൻഡിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ബഹളം വെക്കുകയാണ്. നീ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ എനിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് ജയും. എന്താ പ്രശ്നമെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയില്ല. ശേഷം ബ്രിട്നിയുടെ പേഴ്സ് ജയുടെ വണ്ടിയിൽ നിന്ന് ട്രെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചുകൊണ്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കുന്നു. അവൻ അത് കേലയുടെ ആണെന്ന് കള്ളം പറയുന്നു. അപ്പൊ അത് ബെക്കയുടെ ആണെന്നാണ് ട്രെനി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നീ എന്നോട് കള്ളം പറയാൻ ശ്രമിക്കണ്ട, സത്യം പറ, അല്ലെങ്കിൽ ഞാനിപ്പോ കേലയോട് ഇത് ചോദിക്കുമെന്ന് പറയുന്നു. ഇവനാണെങ്കിൽ ഓൾറെഡി ഉള്ള പ്രശ്നം ആലോചിച്ചിട്ട് വട്ടി പിടിച്ചിട്ടാണുള്ളത്. അതിന്റെ നടുക്ക് ഇവളുടെ ഒച്ചപ്പാടും. അവസാനം അവൻ കൺട്രോൾ തെറ്റി, നീ മര്യാദയ്ക്ക് ആ പേഴ്സ് അവിടെ വെച്ചിട്ട് നിന്റെ പാട് നോക്കി പോയെന്ന് പറയുന്നു. ആ പറഞ്ഞത് അവൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അവൾ ദേഷ്യം വന്ന് അവിടുന്ന് പോവുകയാണ്. അപ്പൊ ആ പേഴ്സിന്റെ അകത്ത് നിന്ന് ജയ്ക്ക് ബ്രിട്നിയുടെ ഒരു ഫോണും കിട്ടുന്നുണ്ട്. ശേഷം അവൻ കേലയെ അന്വേഷിക്കുമ്പോൾ അവൾ എപ്പോഴേ വീട്ടിൽ പോയെന്ന് അവിടെയുള്ള അവന്റെ ബാൻഡ് മെമ്പേഴ്സ് പറയുകയാണ്. മറുഭാഗത്ത് ബെക്കയെ കാണാൻ വേണ്ടിയിട്ട് കെഞ്ചിയും റോഡ്നിയും അവളുടെ ഓഫീസിലേക്ക് പോകുന്നു. എന്നിട്ട് സാം ഞങ്ങളോട് നിങ്ങൾ അയാളെ കെയിലയെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അതയാൾ വീട്ടിൽ വന്ന് ഓരോന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പേടിച്ചിട്ടാണ് അവളെ കാണിക്കാത്തതെന്ന് ഇവൾ കള്ളം പറയുന്നു. അപ്പോഴാണ് ഇവർ ഒരു കാര്യം പറയുന്നേ. ഇവർ സാമിന്റെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളോട് സാമിനെ പറ്റി ചോദിച്ച സമയത്ത് അവരാരും സാമിനെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം. ചിലപ്പോൾ അവർക്കാർക്കും അയാളുടെ തനി സ്വഭാവം അറിയില്ലായിരിക്കാമെന്ന് ഇവളും.
അന്നേരം ഇവർ ബ്രിട്നിയുടെ ഫോൺ ട്രാക്ക് ചെയ്ത സമയത്ത് അവസാനമായ സിഗ്നൽ കിട്ടിയത് ജയ് താമസിക്കുന്നതിന് അടുത്തായിട്ടാണെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പൊ ഇവർക്ക് ജയിന്റെ മേലെ ഡൗട്ട് വന്നിട്ടാണുള്ളത്. അത് മനസ്സിലാക്കിയ ബെക്ക അവരോട്, നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്, എന്റെ ഭർത്താവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ഇവിടെ കേല അവളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സാം അവളുടെ പിറകെ വന്ന് അവളോട്, സത്യം പറ, എന്റെ മകൾ എവിടെ, നിനക്കറിയാം അവൾ എവിടെയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അത് കേട്ട് ഇവൾ, സോറി, ഇത് ഇത്രത്തോളം എത്തുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുന്നു. ഇവളുടെ വായിൽ നിന്ന് വീണ ആ വാക്കുകൾ കേട്ട് സാമിന് കറക്റ്റ് ഒന്നും മനസ്സിലായില്ലെങ്കിലും ബ്രിട്നിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലാവുകയാണ്. നീ എന്താ ഉദ്ദേശിച്ചതെന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും പേടിച്ചിട്ട് അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകുന്നു. പിറകെ സാമും വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. അവസാനം ഇവൾ വേഗം ഓടി വീട്ടിൽ കയറിയിട്ട് വാതിലടക്കുന്നു. സാം ആണെങ്കിൽ വീടിന് മുമ്പിൽ വന്ന് ഡോർബെൽ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹായത്തിന് വിളിക്കാനാണെങ്കിൽ ആരുമില്ല. ഇവളാണെങ്കിൽ ഇപ്പൊ പിടിക്കപ്പെടുമോ എന്ന് ആലോചിച്ചിട്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. സാം ആണെങ്കിൽ വാതിലിന് ശക്തിയായി അടിച്ചുകൊണ്ട് വാതിൽ തുറക്കാൻ ഒരുപാട് തവണ പറയുന്നുണ്ട്. എന്നാൽ എന്ത് വന്നാലും ശരി, തുറക്കില്ല എന്ന നിലപാടിലായിരിക്കും അവളും. അവസാനം കാര്യമില്ല എന്ന് മനസ്സിലാക്കി സാം അവിടുന്ന് പോകുന്നു. കുറച്ചു സമയത്തിന് ശേഷം ബെക്കയും ജെയ്യും അവിടെ എത്തുന്നു. ബെക്ക ജെയ്യോട് കെഞ്ചി ഓഫീസിൽ വന്നതും ബ്രിട്നിയുടെ ഫോൺ ട്രാക്ക് ചെയ്തപ്പോൾ നീ താമസിക്കുന്ന അടുത്ത് നിന്നാണ് കിട്ടിയതെന്നും അതുകൊണ്ട് നിന്നെയാണ് അവരിപ്പോ സംശയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അവന്റെ കയ്യിൽ ബ്രിട്നിയുടെ ഫോൺ ഉണ്ടല്ലോ, അതിപ്പോ സ്വിച്ച് ഓഫ് ആണ്. ഇനി അവർക്ക് എന്തായാലും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവനും. ജയ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവസാനമായിട്ട് സിഗ്നൽ കിട്ടിയത് നീ നിന്ന ഏരിയയിൽ നിന്നാണ്. അപ്പൊ അവർ കൂടുതൽ സംശയിക്കുന്നത് നിന്നെയായിരിക്കും. എടി, അതിന് ഞാൻ മാത്രമല്ലല്ലോ അവിടെ താമസിക്കുന്നേ, വേറെയും ഒരുപാട് ആൾക്കാരില്ലേ എന്ന് ഇവനും. അവിടുന്ന് കട്ടായിട്ട് കെഞ്ചിയും റോട്നിയും ബ്രിട്നിയുടെ ഫോണിന്റെ സിഗ്നൽ അവസാനമായി ലഭിച്ച സ്ഥലത്തേക്ക്, അതായത് മുമ്പ് കേല ബ്രിട്നിയെ തള്ളിയിട്ട് ആ പരിസരത്തിന്റെ അടുത്ത് എത്തുന്നു. അങ്ങനെ അവർ എന്തേലും തുമ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ മൊത്തം അന്വേഷിക്കുകയാണ്. അവിടുന്ന് കട്ടായിട്ട് ശേഷം കെഞ്ചിയും റോട്നിയും ബെക്കിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ജയോട് ആ പാലം ഉദ്ദേശിച്ചുകൊണ്ട്, നിങ്ങൾ അവിടെ കേലയെ കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുന്നു. എത്രയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചാലും അവസാനം ഇവരുടെ അടുത്താണ് എല്ലാം കൊണ്ടു ചെന്നെത്തുന്നത്. നിങ്ങൾ ആദ്യം പോയി ആ സാമിനെ ചോദ്യം ചെയ്യും, അല്ലാതെ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അന്നേരം റോഡ്നിയെ അത് മൈൻഡ് ചെയ്യാതെ, നിങ്ങൾ എപ്പോഴെങ്കിലും കേലയും ബ്രിട്നിയും തമ്മിൽ വഴക്കിടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അല്ല, ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇതൊക്കെ നോർമലാണ്, അതിനിപ്പോ എന്താ എന്ന് ഇവളും. അന്നേരമായിരിക്കും ഇവരൊരു കാര്യം പറയുന്നേ. അതായത് ബ്രിട്നിയുടെ കമ്പ്യൂട്ടർ പരിശോധിച്ച സമയത്ത് കേല ബ്രിട്നിക്ക് അയച്ച ഒരു മെസ്സേജ് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കേലയുടെ ലവറിനെ ബ്രിട്നി തട്ടിയെടുക്കാൻ നോക്കുന്നതായി തോന്നിയതുകൊണ്ട് കേല അതും പറഞ്ഞ് നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെ കേലയെ ന്യായീകരിച്ചുകൊണ്ട് അതവൾ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴായിരിക്കും കെഞ്ചി ആ പാലത്തിന്റെ അടുത്ത് നിന്ന് കിട്ടിയ കേലയുടെ ഇൻഹേലർ കാണിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയതാണെന്ന് പറയുന്നേ. ശരിക്കും പെട്ടെന്ന് ബെക്കയ്ക്കും ജെയ്ക്കും മനസ്സിലാകുന്നു. ഡോഗ് സ്ക്വാഡിനെയും കൂട്ടിയിട്ട് പോലീസ് ആ പരിസരം മൊത്തം ബ്രിട്നിയെ അന്വേഷിക്കുന്ന കാര്യം ഇവർ പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ബെക്ക അവരോട് നിങ്ങളിപ്പോ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അങ്ങനെ അവർ അവിടുന്ന് പോകുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോകാനായി ഇനി ഏത് നിമിഷവും കേല ചെയ്ത കുറ്റം പിടിക്കപ്പെടും. അങ്ങനെ വന്നാൽ അവളുടെ ഭാവി കഷ്ടത്തിലായിരിക്കും. പിന്നെ കോടതിയായി ജയിലായി ഒന്നും പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ ഓർത്ത് ഇവർ പേടിച്ച് കരയുകയാണ്. ശേഷം ഇനി കാര്യങ്ങൾ ഇവരുടെ കൺട്രോളിൽ നിൽക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടും വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടും ബെക്കിയും ജെയ്യും ബ്രിട്നിയുടെ ഫോൺ സാമിന്റെ വീട്ടിൽ കുഴിച്ചിടാൻ തീരുമാനിക്കുന്നു. എല്ലാ കുറ്റവും സാമിന്റെ തലയിൽ തന്നെ ഇടാൻ വേണ്ടി. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ജയ് ഫോൺ കുഴിച്ചിടാൻ പോകുകയാണ്. ബെക്ക സാം എങ്ങാനും പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ സാം വീട്ടിലുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശേഷം ബെക്ക ജയ്യെ വിളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം പോകണം, സാം വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് അവൾ വണ്ടി എടുക്കാൻ നോക്കുമ്പോഴുണ്ടാകും മുമ്പിൽ സാം. അവളെ കണ്ട എന്തോ പന്തിയേട് തോന്നിയ സാം, നീ തൽക്കാലം എവിടെയും പോകുന്നില്ല, സത്യം പറ, എന്റെ മകൾ എവിടെ എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ബെക്കയെ ഉപദ്രവിക്കാൻ നോക്കുന്നു. അന്നേരം ജയ് വന്ന് സാമിനെ പിടിച്ചു വലിച്ച് അവിടെയുള്ള പുഴയിൽ മുക്കിക്കൊല്ലാൻ നോക്കുകയാണ്. അത് കണ്ട് ബെക്ക ഒരുവിധം ജയ്യെ പിടിച്ചു വലിച്ച് പിന്തിരിപ്പിക്കുകയാണ്. അവരോട് രണ്ടുപേരോടായിട്ടും എനിക്കറിയാം എന്റെ മകൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതിന്റെ പിന്നിൽ നിങ്ങളാണെന്നുള്ള കാര്യമെന്ന് സാം പറയുന്നു. എന്നാൽ ഇവർ അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ അവിടുന്ന് ഓടിപ്പോയി വണ്ടി എടുത്ത് വീട്ടിൽ പോകാൻ നോക്കുകയാണ്. അന്നേരം സാം വന്ന് അവരുടെ വണ്ടിയുടെ മുമ്പിലായിട്ട് നിൽക്കുന്നു. ബെക്കയ്ക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. ഇനി എന്താകും തന്റെ മകളുടെ ഭാവി, എങ്ങനെ അവളെ രക്ഷിക്കും, എന്തായി തീരും
കൂടാതെ കാര്യങ്ങളെല്ലാം സാം മനസ്സിലാക്കി. ഇനി രക്ഷയില്ല എന്നുള്ള ചിന്തകളായിരിക്കും. പെട്ടെന്ന് ആ ചിന്തയിൽ ഇവൾ ഓർക്കാതെ സാമിന്റെ ദേഹത്തൂടെ വണ്ടി ഇടിപ്പിക്കുകയാണ്. ഇടിച്ചതിന് ശേഷമാണ് ഇവൾക്ക് എന്താ ചെയ്തതെന്നുള്ള ബോധം വരുന്നത് തന്നെ. കാര്യം മനസ്സിലാക്കി അവൾ അപ്പൊ തന്നെ ആംബുലൻസിനെ വിളിക്കാൻ നോക്കുന്നു. അന്നേരം സാമിനെ രക്ഷിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവളെ തടയുന്നു. കാരണം ഒബ്വിയസ്ലി അവൻ എന്തായാലും ഇനി പോലീസിനോട് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുമല്ലോ. സാം അവരോട് തന്നെ എങ്ങനെയും രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോകുകയാണ്. അതോടെ സാമും മരിക്കുന്നു. അവിടുന്ന് കെട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം വെക്കുകയും ചെയ്യും. ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായിരിക്കും. ഒരു ഭാഗത്ത് സ്വന്തം മകൾ ഒരു കുട്ടിയെ കൊന്നു, മറുഭാഗത്ത് അത് പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ആ കൊലപാതകം കുഴിച്ചു മൂടാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ആ കുട്ടിയുടെ അച്ഛനെയും ഇവർ കൊന്നു. സത്യം പറഞ്ഞാൽ ഒരു കൊലക്ക് മേൽ മറ്റൊരു കൊല പോലെ. എന്നാൽ മകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അവൾ കൂളായിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകുകയാണ്. ഇവൾ കാരണം ഇവർ ഇവിടുന്ന് ചക്രശ്വാസം വലിക്കുകയാണെന്നൊന്നും ഇവൾ അറിയുന്നില്ല. ശേഷം സാമിന്റെ രക്തം കാറിലായത് കൊണ്ട് തന്നെ ആ കാർ ഇവർ കഴുകുന്ന സമയത്തായിരിക്കും അവിടേക്ക് മറ്റൊരു അതിഥി കടന്നു വരിക. അത് വേറെ ആരുമല്ല, ബ്രിട്നിയാണ്. സത്യത്തിൽ അവൾ മരിച്ചിട്ടില്ല. ഇപ്പൊ എന്തായി? ആക്ച്വലി ബ്രിട്നിയുടെ ലവറിനെ കാണാൻ വേണ്ടിയാണ് കേലിയും ബ്രിട്നിയും കൂടെ പ്ലാൻ ഇട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചത്. അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് കേല ബ്രിട്നിയെ പുഴയിൽ തള്ളിയിട്ടു എന്ന കള്ളം പറഞ്ഞത്. കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിഞ്ഞ് ഇവരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ആകെ മരവിച്ച പോലെ ആയിട്ടുണ്ടാകും. കാരണം ഇതിന്റെ പേരിൽ ഇവർ കുറച്ചൊന്നുമല്ലല്ലോ ചക്രശ്വാസം വലിച്ചത്. കൂടാതെ ഈ ഒരു പ്രശ്നം മറച്ചു വെക്കാൻ സാമിനെയും അവർ കൊന്നല്ലോ. ബ്രിട്നിയെ പെട്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇത് റിയൽ തന്നെയാണെന്നുള്ള ഡൗട്ട് വരെ ഇവർക്ക് വരുന്നുണ്ട്. അത്രക്കുമായിരുന്നു അതിന്റെ ആഘാതം. എന്റെ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിയാമോ? കേല നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ എന്ന് ബ്രിട്നി ചോദിക്കുമ്പോഴായിരിക്കും അവരുടെ വണ്ടിയിൽ ചോര പുരണ്ടത് ഇവൾ കാണുന്നേ. ഇവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് വരുന്നുണ്ട്. ശേഷം ഞാൻ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. ഇനി ഒന്നും തിരുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും തങ്ങളുടെ മാനസപുത്രിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇവർ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്ന് ഇവൾക്ക് മനസ്സിലാകുന്നു. ഇതൊക്കെ പ്ലാൻ ചെയ്തത് ബ്രിട്നിയാണ്, ഞാനല്ല. ഞാൻ ജസ്റ്റ് അവളുടെ കൂടെ ഒന്ന് നിന്ന് കൊടുത്തെന്ന് മാത്രം. ആക്ച്വലി ഞാൻ നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറയാനിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇവൾ പറയുന്നു. പക്ഷെ തിരിച്ച് അവൾക്ക് മറുപടി കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല. ഇവർ ആകെ മരവിച്ച പോലെ ആയിട്ടാണുള്ളത്. ശേഷം കേല കരഞ്ഞുകൊണ്ട് പ്ലീസ് എന്നെ വഴക്ക് പറയല്ലേ, നമുക്ക് പഴയതുപോലെ എല്ലാം മറന്ന് ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെ പറയുന്നു. അവസാനം ഇവർ കേലയോട് എന്ത് പറയണം എങ്ങനെ പറയണം എന്നറിയാതെ അവളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും പോലീസ് വണ്ടിയും പുറത്തെത്തുകയാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം സാമിനെ കൊന്നത് ഇവർ തന്നെയാണെന്ന്. അല്ലെങ്കിൽ ബ്രിട്നി പറഞ്ഞിട്ടുണ്ടാകാം. കാരണം നേരത്തെ ഇവരുടെ വണ്ടിയിൽ അവൾ ബ്ലഡ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ദിവസം വേറൊരു മൂവിയായിട്ട് ഞാൻ വരാം.